നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിൽ വിവാദങ്ങൾക്ക് സമാപനമാവുകയാണ്. നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ വിവാദ സമാധി പൊളിച്ചിരിക്കുകയാണ്. കല്ലറയിൽ മൃതദേഹവും കണ്ടെത്തിയിരിക്കുകയാണ്. ഒരുപാട് ദുരൂഹതകളാണ് നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ സമാധി പീഠവുമായി ഉയർന്നു കേൾക്കുന്നുണ്ടായിരുന്നത്. ഇപ്പോൾ മക്കൾ പറഞ്ഞതനുസരിച്ച് കല്ലറയ്ക്കുള്ളിൽ ഇരിക്കുന്ന രീതിയിൽ തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അതേസമയം മൃതദേഹം ഗോപൻ സ്വാമിയുടേതാണോ എന്നത് ശാസ്ത്രീയമായ പരിശോധനയിൽ മാത്രമേ കണ്ടെത്താനാവൂ. ഭസ്മവും സുഗന്ധദ്രവ്യങ്ങളും വസ്ത്രങ്ങളുമാണ് കല്ലറ പൊളിച്ചപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ കുടുംബത്തിന്റെ മൊഴി ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ആ ഒരു കല്ലറയ്ക്കുള്ളിൽ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. വലിയ പോലീസ് സന്നാഹമാണ് സംഭവ സ്ഥലത്തുള്ളത്. അന്ന് ഇതുപോലെ തന്നെ പൊളിക്കാൻ വന്ന സമയത്ത് കുടുംബമടക്കം വലിയ പ്രതിഷേധം ഉയർത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ സാഹചര്യത്തിൽ അന്ന് കല്ലറ പൊളിക്കാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് 10 മണിക്കുള്ളിൽ തന്നെ നടപടികളെല്ലാം പൂർത്തീകരിക്കാനുള്ള നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. പുലർച്ചെ തന്നെ വലിയ പോലീസ് സന്നാഹത്തോടു കൂടി തന്നെയാണ് അധികാരികൾ അവിടെ എത്തി കല്ലറ പൊളിച്ചത്. ഇപ്പോൾ മുകളിലത്തെ സ്ലാബ് മാത്രമാണ് നീക്കിയത്. അപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഹൃദയഭാഗം വരെ പൂജാ സാധനങ്ങൾ നിറച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇരിക്കുന്ന രീതിയിൽ തന്നെയാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഗോപൻ സ്വാമിയുടെ മക്കളുടെ മൊഴികൾ ശരിവെക്കുന്ന വിധത്തിലാണ് കല്ലറയിലെ ആദ്യത്തെ കാഴ്ചകൾ. കല്ലറ പൊളിച്ച് പുറത്തെടുത്ത മൃതദേഹം ഉടൻ സ്ഥലത്ത് വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുമെന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് വരുന്ന റിപ്പോർട്ടുകൾ. മാത്രമല്ല, മൃതദേഹം ജീർണാവസ്ഥയിലായ പശ്ചാത്തലത്തിലാണ് സ്ഥലത്ത് വെച്ച് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുന്നത്. പോലീസ് സർജനും സ്ഥലത്തെത്തിയിട്ടുണ്ട്. 2 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലടക്കമുള്ള വലിയ പോലീസ് സന്നാഹമാണ് സംഭവ സ്ഥലത്തുള്ളത്. മരണത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് കണ്ടെത്താൻ വിശദമായ പരിശോധന തന്നെ വേണ്ടിവരും. ഏതായാലും കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പാണ് കല്ലറ പൊളിച്ചത്. പോലീസ് സംഘവും ഫോറൻസിക് സംഘവും പോലീസ് സർജൻ എല്ലാം തന്നെ സംഭവ സ്ഥലത്തുണ്ട്. ദുരൂഹതയ്ക്കാണ് ഒടുവിൽ വിരാമമാകുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇത് ഗോപൻ സ്വാമിയുടെ മൃതദേഹമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പ് വേണമെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള പരിശോധനകൾ വേണം. അതവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രദേശത്ത് AR ക്യാമ്പിൽ നിന്നുള്ള കൂടുതൽ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട്. ഏതായാലും കല്ലറയ്ക്കുള്ളിൽ ഒരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അത് ഇരിക്കുന്ന നിലയിലാണ്. ഈ തുടക്കത്തിൽ വിവാദമുണ്ടായ സമയത്ത് ഗോപൻ സ്വാമിയുടെ മകൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛന്റെ മൃതദേഹം, അതായത് ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഇരിക്കുന്ന നിലയിലാണ് സമാധി പീഠത്തിനുള്ളിലെന്നും കിഴക്കോട്ട് ദർശനം ഉള്ള പോലെയാണ് മൃതദേഹം ഇരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും അതെല്ലാം ശരിവെക്കുന്ന രീതിയിലാണ് ആദ്യ ഭാഗത്ത് ഇപ്പോൾ കല്ലറ പൊളിച്ചു കഴിഞ്ഞപ്പോൾ കണ്ട കാഴ്ചകൾ എന്ന് പറയുന്നത്. വിഷയത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ യോഗം ചേർന്ന ശേഷമാണ് കല്ലറ തുറക്കേണ്ട നടപടികൾ ഇന്ന് രാവിലെ തന്നെ ആരംഭിച്ചത്. രാവിലെ തന്നെ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ വളരെ വേഗത്തിൽ ആരംഭിക്കുകയായിരുന്നു. മക്കൾ പറയുന്നത് പോലെ സമാധിയാണെന്ന് കണ്ടെത്തിയാൽ ആത്മഹത്യയാകും. പക്ഷേ പോസ്റ്റ്മോർട്ടം ചരിത്രത്തിൽ സമാധി എന്നത് ഇല്ലാത്തതിനാൽ കുടുങ്ങാനാണ് സാധ്യത. കല്ലറയ്ക്കുള്ളിൽ ശ്വാസം മുട്ടിയാണ് മരിച്ചതെന്ന് കണ്ടെത്തിയാൽ ഗോപൻ സ്വാമിയുടെ കുടുംബം ഉത്തരം പറയേണ്ടി വരും. പോലീസ് അന്വേഷണം കടുപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വേണ്ടിവന്നാൽ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. ഫോറൻസിക് സംഘവും കൂടുതൽ പോലീസ് വിന്യാസവും സ്ഥലത്തുണ്ട്. പരമാവധി പരിശോധനകളെല്ലാം തന്നെ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ അരിച്ചു പെറുക്കിയുള്ള പരിശോധനയാണ് ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. RDOയുടെ സാന്നിധ്യവും സംഭവ സ്ഥലത്തുണ്ട്. മൃതദേഹം ഉടൻ പുറത്തെടുക്കും. ടാർപോളിൻ കെട്ടി ചുറ്റും മറച്ചാണ് അവിടെ നടപടികൾ പുരോഗമിക്കുന്നത്. മാധ്യമങ്ങളെല്ലാം തന്നെ കുറച്ച് സമയം മുൻപ് തന്നെ അവിടെ നിന്ന് മാറ്റുകയെല്ലാം ചെയ്തിരുന്നു. മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുമെന്നായിരുന്നു പോലീസ് അറിയിച്ചിരുന്നത്. എന്നാൽ അതിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നുള്ളത് വരും മണിക്കൂറുകളിലാണ് അറിയാൻ സാധിക്കുക. കല്ലറ പൊളിക്കാൻ പോലീസ് സംഘം സ്ഥലത്തെത്തിയപ്പോൾ കുടുംബാംഗങ്ങൾ പ്രതിഷേധിക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ് മറ്റു കാര്യം. സബ് കളക്ടർ സ്ഥലത്തെത്തി കുടുംബാംഗങ്ങളോട് സംസാരിച്ച ശേഷമാണ് കല്ലറ പൊളിച്ചത്. പക്ഷേ ആദ്യ തവണ ഇത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് സംഘം കല്ലറ പൊളിക്കാനായിട്ട് എത്തിയപ്പോൾ വലിയ പ്രതിഷേധമായിരുന്നു അവിടെ നടന്നത്. ഗോപൻ സ്വാമിയുടെ ഭാര്യയും മക്കളും മരുമകളെല്ലാം തന്നെ ഈ ഒരു സമാധി പീഠത്തിന് ചുറ്റും ഇരുന്ന് വലിയ രീതിയിൽ ബഹളം വെക്കുകയും പൊളിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ പോലീസിനോടും കളക്ടറോടും തട്ടിക്കേറുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് വൻ പോലീസ് സന്നാഹമാണ് ഇന്ന് നിലയുറപ്പിച്ചിട്ടുള്ളത്. പക്ഷെ ഇന്ന് യാതൊരു തരത്തിലും കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന്, അതായത് ഭാര്യയോ മക്കളോ മരുമക്കളോ ആരും തന്നെ ആ ഒരു സ്ഥലത്തോട്ട് പ്രതിഷേധത്തിനായിട്ട് എത്തിയിട്ടില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടിയിട്ട് മകൻ അവിടെ അച്ഛന്റെ സമാധി പീഠത്തിൽ അവസാനമായി പൂജ നടത്തി എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 2 ദിവസം മുൻപായിരുന്നു കല്ലറ പൊളിക്കാൻ ശ്രമിച്ചതെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് അന്ന് അത് പരാജയപ്പെടുകയായിരുന്നു. ഗോപൻ സ്വാമിയെ കാണാനില്ലെന്ന കേസിൽ അന്വേഷണം നടത്തുന്ന പോലീസിനെ കല്ലറ തുറന്ന് പരിശോധിക്കുന്നതിൽ തടസ്സമില്ലെന്നായിരുന്നു ഇന്നലെ കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണം. തുടർന്നാണ് പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചത്. ഇന്ന് രാവിലെയാണ് പോലീസ് സംഘം എത്തി കല്ലറ പൊളിച്ചത്.
പ്രദേശത്ത് എയർ ക്യാമ്പിൽ നിന്നാണ് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുള്ളത്. വിഷയത്തിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം യോഗം ചേർന്നിരുന്നു. മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ ചർച്ച ആയിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ പോലീസ് സ്ഥലത്തെത്തി നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പോലീസ് സംഘങ്ങളും ഫോറൻസിക് സംഘവും എല്ലാം തന്നെ അവിടെയുണ്ട്. കല്ലറയിലേക്കുള്ള വഴികളും അവിടേക്ക് അടച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകര ഡിവൈഎസ്പി എസ് ഷാജി, നെടുമങ്ങാട് ഡിവൈഎസ്പി അരുൺ കുമാർ എന്നിവരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. സ്ഥലത്ത് മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 200 മീറ്റർ അകലെ നിൽക്കണമെന്നാണ് പോലീസിന്റെ നിർദ്ദേശം. സ്ഥലത്ത് 150ലധികം പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട്. സബ് കളക്ടർ OV ആൽഫ്രഡിനാണ് പൊളിക്കലിന്റെ ചുമതല. ഗോപൻ സ്വാമിയുടെ സമാധി പൊളിക്കാനുള്ള നീക്കത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ച കുടുംബത്തിന് തിരിച്ചടി കഴിഞ്ഞ ദിവസം നേരിട്ടിരുന്നു. പോലീസ് നടപടികളിൽ ഇടപെടാൻ ഹൈക്കോടതി വിസമ്മതിച്ചു. ജസ്റ്റിസ് CS ഡയസ് ആണ് കേസ് പരിഗണിച്ചത്. ഗോപൻ സ്വാമി മരിച്ചുവെന്ന് പറയുന്നു, എന്നാൽ മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്നാണ് കോടതി ചോദിച്ചത്. എങ്ങനെ മരിച്ചെന്ന് കുടുംബം വിശദീകരിക്കണമെന്നും ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിരുന്നു. നിലവിലെ പോലീസ് അന്വേഷണത്തിൽ ഇടപെടേണ്ട കാര്യമില്ലെന്നും കോടതി പറഞ്ഞു. സംശയാസ്പദമായ സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതോടെയാണ് പോലീസ് നടപടി തുടങ്ങിയത്. നേരത്തെ സമാധിയായെന്ന് കുടുംബം അവകാശപ്പെടുന്ന ഗോപന്റെ മരണ സർട്ടിഫിക്കറ്റും കോടതി ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സമാധി ആയതല്ലേ, മരിച്ചിട്ടില്ല എന്നായിരുന്നു വളരെ വിചിത്രമായിട്ടുള്ള ഒരു ന്യായമായിരുന്നു ഗോപൻ സ്വാമിയുടെ മകൻ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഗോപൻ എങ്ങനെയാണ് മരിച്ചതെന്ന് ചോദിച്ച ഹൈക്കോടതി സ്വാഭാവിക മരണമെങ്കിൽ കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കാമെന്നും വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. മരണം രജിസ്റ്റർ ചെയ്തോ എന്നും ഹൈക്കോടതി കുടുംബത്തോട് ചോദിച്ചിരുന്നു. മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരുമെന്നും ഇല്ലെങ്കിൽ അന്വേഷണം തടയാനാവില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ആദ്യ ഭാഗത്ത് കല്ലറ പൊളിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാഴ്ച കല്ലറയിൽ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തൊക്കെയായിരിക്കും ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും ഇത് സ്വാഭാവികമായിട്ടുള്ള മരണമാണോ അതോ കൊലപാതകമാണോ എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ആ ദുരൂഹതകളെല്ലാം തന്നെ നീങ്ങുക. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇന്ന് പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ഒന്നും തന്നെ ഉണ്ടായില്ല. ഏതായാലും മറ്റുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.